വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കെ കൊച്ച് അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷനായ സുഹൃത്ത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹോദരൻ സുരേന്ദ്രൻ കരിപ്പുഴ, കൊച്ചേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച സഹോദരൻ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, ഇവിടെ കൊച്ചേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് വളരെ ഹ്രസ്വമാണെങ്കിലും വളരെ സമ്പന്നമായ ഒരു പ്രഭാഷണം നിർവഹിച്ച KPCC മീഡിയ പാനൽ അഡ്വക്കേറ്റ് അനൂപ്യ, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരായ മറ്റ് നേതാക്കളെ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വ്യക്തിത്വങ്ങളെ, ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ഒരുപക്ഷെ കെ കൊച്ചേട്ടൻ്റെ അവാർഡിന് ശേഷം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ അറിവിലെ ആദ്യത്തെ പൊതുപരിപാടിയായിരിക്കും ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയ്ക്ക് കേരളത്തിന്, പ്രത്യേകിച്ചും സാമൂഹ്യ രാഷ്ട്രീയ പരിവർത്തനം ആഗ്രഹിക്കുന്ന ഒരു ദളിത് ബഹുജൻ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വിശാലമായ സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും നവോത്ഥാനന്തര കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെയൊക്കെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച കൊച്ചേട്ടനെ ഇങ്ങനെ ഇപ്പം വൈകാതെ തന്നെ അനുസ്മരിക്കാൻ മുന്നോട്ട് വന്ന വെൽഫെയർ പാർട്ടിയെ, അതിൻ്റെ സംഘാടകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം സമൂഹങ്ങൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്നത് പോലെ അതിൻ്റെ പരിച്ഛേദങ്ങളായ നായകന്മാരും സാമൂഹ്യ നായകരും നേതാക്കളും കൂടി ചരിത്രത്തിൽ തമസ്കരിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാമൂഹ്യ ചരിത്രാനുഭവമാണ് നമുക്ക് പറയാനുള്ളത്. കൊച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഈ ഒരു തമസ്കരണത്തിന് കാലം ആവശ്യപ്പെടുന്ന ഒരു തിരുത്തൽ സംഭവിച്ചു എന്നതാണ് കൊച്ചേട്ടൻ്റെ വിയോഗശേഷം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തെ ഓർത്തെടുത്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ സംഭാവനകളെ വീതിർത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നടന്ന ചർച്ചകൾ, ഇടം പിടിച്ച മാധ്യമങ്ങളിലെ മുൻപേജ് വാർത്തകൾ, നമ്മുടെ ചാനലുകൾ അടക്കം അദ്ദേഹത്തെ ആ നിലയ്ക്ക് അടയാളപ്പെടുത്തിയത് ഒക്കെ സ്വാഭാവികമായും ഒരു തിരുത്തലാണ്. അത്തരത്തിലുള്ള ഈ പാർശ്വവൽകൃത സമൂഹങ്ങളെ, അവരുടെ സംഭാവനകളെ, അവരുടെ അസ്തിത്വത്തെ, അവരുടെ ആവിഷ്കാരങ്ങളെ നിരാകരിക്കുകയും അവയെ ഇങ്ങനെ നിശബ്ദതയിൽ ഇരുട്ടിൽ നിർത്തുകയും ചെയ്ത ഒരു വർത്തമാനകാല രാഷ്ട്രീയത്തിന് ജീവിതം കൊണ്ട് തിരുത്തൽ വരുത്തിയ ഒരു വിപ്ലവകാരി എന്ന നിലയ്ക്ക് കൊച്ചേട്ടന്റെ ജീവിതത്തിന് വലിയ പ്രസക്തിയും താരതമ്യേന വലിയ പ്രാധാന്യവുമുണ്ട്. കൊച്ചേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ കെ കൊച്ച് ജീവിച്ച കാലത്തോടൊപ്പം വളരെ ക്രിയാത്മകമായി സഞ്ചരിച്ച ഒരു മനുഷ്യനാണ്. കാലത്തോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത് നിശബ്ദമായി കാലത്തിന് നിന്നു കൊടുക്കുകയല്ല. ജീവിച്ച കാലഘട്ടത്തിന്റെ സാമൂഹ്യവും രാഷ്ട്രീയവും ദൈക്ഷണികവുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളോട്
നിരന്തരമായി കലഹിക്കുകയും നിശ്ചിതമായ നിരൂപണങ്ങൾക്ക് ഈ പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയ ഘടനകളെ, അതിൻ്റെ അധികാരത്തിൻ്റെ പ്രയോഗ രീതികളെ വിധേയമാക്കുകയും അങ്ങനെ താൻ ജീവിക്കുന്ന ലോകത്ത് വ്യത്യസ്തമായ, താൻ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, പ്രതിദാനം ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ നിലപാടുകളിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ നമ്മുടെ സമൂഹത്തെ പുനർനിർമ്മിക്കാൻ, ഈ കാലത്തെ തന്നെ പുതുക്കി പണിയാൻ കലഹിച്ചൊരു വിപ്ലവകാരിയായിരുന്നു പച്ചേട്ടൻ. ഒരർത്ഥത്തിൽ കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ്. ഇനിയും എങ്ങോട്ടാണ് നമ്മുടെ ഈ നവോത്ഥാനന്തര കേരളം മാറേണ്ടത്? എവിടെയാണ് നമ്മുടെ നവോത്ഥാനം വഴിമുട്ടി നിൽക്കുന്നത്? എന്തിനൊക്കെയാണ് അത് മറികടന്നുകൊണ്ട് കുറച്ചുകൂടെ നീതിപൂർവവും കുറച്ചുകൂടെ സമത്വപൂർണവും സാഹോദര്യത്തെ അധിഷ്ഠിതവുമായ ഒരു മാനവീയമായ പരിവർത്തനത്തിന്റെ വഴിയടയാളങ്ങൾ ഏതെല്ലാമാണ്? ഇതിനൊക്കെ സംബന്ധിച്ച ഒരുപാട് ആലോചനകൾ, ചിന്തകൾ, പരിപ്രേക്ഷ്യങ്ങൾ കേരളീയ പൊതുബോധത്തിലേക്ക് അതിശക്തമായി വിന്യസിച്ച ഒരു വിപ്ലവകാരിയാണ്. ശോഭജനകമായി കാര്യങ്ങളെ കണ്ട എഴുത്തുകാരനാണ്, ചിന്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒക്കെ ആയിരുന്നു കൊച്ചേട്ടൻ. ശരിക്കും ഒരു നവോത്ഥാനന്തര കേരളം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ മോഡേൺ ആധുനിക കേരളത്തിൽ 3.5 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രഭാഷണങ്ങളായും ലേഖനങ്ങളായും കാമ്പുള്ള ഗ്രന്ഥങ്ങളായും ഒക്കെ അത് കേരളത്തോട് തർക്കിച്ചുകൊണ്ടേയിരുന്നു, സംവദിച്ചുകൊണ്ടേയിരുന്നു. കേവലം പകർത്തിവെപ്പുകളല്ല പച്ചേട്ടൻ നടത്തിയത്. മുമ്പേ പറഞ്ഞതുപോലെ വിമർശനാത്മകമായ ഒരു നിലപാട്, അതിശക്തമായ ഒരു അവർണ പക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിന്റെ ഒരു സവർണാഭിമുഖ്യ ചരിത്രത്തെയും ആ ഒരു സവർണ ജാതീയത ആധിപത്യം പുലർത്തുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെയും അതിനെ താങ്ങി നിർത്താൻ വേണ്ടി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൗദ്ധിക വ്യവഹാരങ്ങളെയും എല്ലാം അദ്ദേഹം ചോദ്യമുനകൾക്ക് മുമ്പിൽ നിർത്തുകയും നിശ്ചിതമായ വിചാരണയ്ക്ക് വിധേയമാക്കുകയും വ്യത്യസ്തമായ പരികൽപ്പനകൾ അദ്ദേഹം രചനകളിലൂടെയും മറ്റാവിഷ്കാരങ്ങളിലൂടെയും അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് കേരളത്തിന്റെ ഈ പൊതുമണ്ഡലത്തിലെ വരേണ്യ വ്യവഹാരങ്ങൾക്ക് തിരുത്തൽ കൊണ്ടുവന്നുകൊണ്ടാണ് കൊച്ചേട്ടന് പുതിയ ഒരു കേരള നിർമ്മിതിയുടേതായ ഒരു നവോത്ഥാനന്തര കേരളത്തിന്റെ ഒരു പുതിയ കാലത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ മൗലികമായ ചിന്തകൾ സമർപ്പിക്കുന്നു. അതുകൊണ്ടൊരു അത്തരത്തിൽ മൗലികതയുള്ള ഒരു തത്വചിന്തകരെന്ന് അദ്ദേഹത്തെ നമുക്ക് വിളിക്കേണ്ടി ഒരു ഫിലോസഫറാണ് അദ്ദേഹം. അതിന് വ്യത്യസ്തമായ മറ്റ് ഏതെങ്കിലോടൊക്കെ ചേർത്ത് വെക്കാത്ത ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. കൊച്ചേട്ടന്റെ ജീവിതം നമുക്കറിയാം. അതിന്റെ ഒരു തുടക്കം ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നൊക്കെയുള്ള നിലയിൽ അദ്ദേഹം സഞ്ചരിക്കുന്നത് ഒരു മാർക്സിയൻ വ്യവഹാരങ്ങളിലൂടെയാണ്. മനുഷ്യനെയും സമൂഹത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ നോക്കിക്കാണേണ്ടത് ഈ സാമ്പത്തികമായ അളവുകോലുകൾ വെച്ചുകൊണ്ട് വർഗപരമായ സമീപനങ്ങളിലൂടെ ആകണം എന്നൊരു ബോധ്യത്തിലാണ് കൊച്ചേട്ടന്റെയൊക്കെ ചിന്തകൾ തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ സഞ്ചാരത്തിന്റെ ആദ്യ ഭാഗം അത്ര ഒരു വർഗ സമരപാതയിലൂടെയുള്ള രാഷ്ട്രീയ സഞ്ചാരം. പക്ഷേ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തെ തിരുത്തലിനും പുനഃപരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന, നീതിയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, കൂടുതൽ നീതിയും കൂടുതൽ പരിഗണനയും കൂടുതൽ മനുഷ്യത്വവും ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ക്ഷുബ്ധ യൗവനങ്ങൾക്ക് പോകാനുണ്ടായിരുന്ന അത് അവർക്ക് സഞ്ചരിക്കാനുണ്ടാകാവുന്ന ഒരേ ഒരു വഴി ഈ ഇടത്തോട്ടാണെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതാണ് മാറ്റം വേണമെങ്കിൽ ഇടത്തോട്ട് സഞ്ചരിക്കണം എന്നൊരു കാലം. അങ്ങനെയാണ്.
കാരണം സൈദ്ധാന്തികമായി ആശയപരമായി മറ്റ് ധാരകളൊന്നും മുന്നിലില്ല. ആകെ ഉള്ളത് ജാതീയമായ അസമത്വത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും വിവേചനങ്ങളുടെയും അതിക്രമങ്ങളുടെയും തീക്ഷ്ണമായ അനുഭവങ്ങൾ മാത്രമാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് നീതിയുക്തമായ ഒരു ലോകത്തേക്കുള്ള സഞ്ചാരത്തിന്റെ വഴിയേതാണ് എന്ന അന്വേഷണങ്ങൾ, അത്തരം അന്വേഷണങ്ങളുടെ ധാരയിലെ ചിന്താ പദ്ധതികളിൽ ആധിപത്യം പുലർത്തിയ ഒന്ന് സ്വാഭാവികമായും ഈ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രമായിരുന്നു. അതുകൊണ്ട് അതിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ആ വഴിയിൽ സഞ്ചരിക്കുന്നവരെല്ലാം സഞ്ചരിച്ചവരായ ദലിതർ അല്പം ചിന്തിക്കുന്നവരാണെങ്കിൽ ആ ചിന്തയും ഇത്തരം ധാരയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ തിക്താനുഭവങ്ങളും ചേർത്തുവെച്ചുള്ള ആത്മപരിശോധനയ്ക്ക് വിധേയരായവരൊക്കെയും പിന്നീട് എത്തുന്ന ബോധ്യങ്ങൾ വർഗത്തിൽ നിന്നും സ്വത്വത്തിലേക്കുള്ളൊരു മടക്കയാത്രയാണ്. ഈ സ്വത്വത്തിലേക്കുള്ള മടക്കയാത്ര എന്ന് പറയുമ്പോൾ അതൊരു പിന്നോക്കമല്ല, പകരം ദാർശനികമായ സമസ്യകളിൽ നിന്ന്, ആശയപരമായ വിദ്യകളിൽ നിന്ന് സാമൂഹ്യമായ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ബോധ്യങ്ങളിലേക്കുള്ള സഞ്ചാരമായിട്ട് വേണം ആ യാത്രയെ കാണുന്നത്. അങ്ങനെ കാര്യങ്ങളെ ബോധ്യപ്പെട്ട ഒരാളായിരുന്നു പച്ചേട്ടൻ. കേരളത്തിന്റെ ഇടതുപക്ഷം എന്ന് പറയുന്നത് അതിന്റെ സാമൂഹ്യ ശരീരം, അതിന്റെ നിറം കറുപ്പാണ്. അതിന്റെ സാമൂഹ്യ ശരീരം ഇവിടുത്തെ അടിത്തട്ടുകാരൻ്റെതാണ്, പിന്നോക്കക്കാരൻ്റെതാണ്. അതുകൊണ്ട് ഇടത്തോട്ട് നോക്കുമ്പോൾ നിൽക്കുന്നതൊക്കെ എന്റെ ജനമാണെന്ന തോന്നൽ അതിൽപ്പെട്ടവർക്കുണ്ടാവുക സ്വാഭാവികവുമാണ്. അവർ സമാനമായ ജനതയോടൊപ്പം സഹോദരങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചാൽ ഈ രാഷ്ട്രീയ ശരീരങ്ങൾക്കൊപ്പം നിന്ന് പോകുമ്പോൾ ഇടത്തോട്ടാവുക, ഇടതുപക്ഷത്താവുക, കമ്മ്യൂണിസ്റ്റായി പോവുക എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു സംഗതിയാണ്. പക്ഷേ ഇതിന്റെ നേതൃത്വം എന്ന് പറയും, ഈ സാമൂഹ്യ ശരീരത്തിന്റെ ഉടലുകൾ മാത്രമാണ് ഈ അടിസ്ഥാന ജനത പ്രതികരിക്കുന്നതെന്നും അതിന്റെ ബ്രെയിനുകൾ, അതിന്റെ മസ്തിഷ്കങ്ങൾ, അതിന്റെ നേതൃത്വം പ്രതിലോമ ഫ്യൂഡൽ വരേണ്യ തലങ്ങളിൽ നിന്ന് വരുന്നവരുടെ മാത്രമായി നിൽക്കുന്ന ഒരു വൈരുദ്ധ്യം ഇവിടെയുണ്ട്. പച്ചട്ടൻ തിരിച്ചറിയുന്നത് പോലെ സമാനമായി ഇന്ത്യയിലെമ്പാടും ഒരു പക്ഷേ 70-കൾക്ക് ശേഷം ഇന്ത്യയിലെമ്പാടും സംഭവിക്കുന്ന ഒരു മാറ്റം ഇത്തരത്തിലുള്ള തിരുത്തലുകളുടെയും അന്വേഷണങ്ങളുടെയും പുനഃപരിശോധനയുടെയുമാണ്. തെക്കേ ഇന്ത്യയിൽ ഒരു പക്ഷേ നമുക്ക് കൊടിക്കൽ ചെല്ലപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും ഈ പറയുന്ന വിപ്ലവം കൊതിച്ചെത്തിയത് മാവോയിസ്റ്റ് നക്സൽ പ്രസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വലിയ വിപ്ലവ പ്രവർത്തനത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊടിക്കൽ ചെല്ലപ്പയും സഹപ്രവർത്തകരായ സഖാക്കൾ, അവരിൽ ഭൂരിപക്ഷം പേരും സവർണരുമായിരുന്നു. ഈ സവർണരായ സഖാക്കൾക്കൊപ്പം കോയമ്പത്തൂർ ജയിലിൽ കഴിയുന്ന അനുഭവം ചെല്ലപ്പ പറയുന്നു. അങ്ങനെ ഒന്നിച്ച് ഈ സഖാക്കൾ, കോമ്രേഡുകൾ കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞു. ഒരു ദിവസം ജയിലിൽ ഇങ്ങനെ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ അറിയാതെ കൊടിക്കൽ ചെല്ലപ്പ തമിഴ് പറയനായ കൊടിക്കൽ ചെല്ലപ്പയുടെ പ്ലേറ്റ്, പേരെഴുതി വെക്കണമായിരുന്നു പ്ലേറ്റുകൾ, അടയാളം. ആ പ്ലേറ്റ് അബദ്ധവശാൽ വിപ്ലവകാരിയായ മാവോയിസ്റ്റായ സഹപ്രവർത്തകനായി പല വിപ്ലവങ്ങളിൽ ഒന്നിച്ച് പങ്കെടുത്ത സവർണനായ സഖാവിന്റെ കയ്യിൽ ചെന്നുവിടുകയും അറിയാതെ അയാൾ അതിനകത്ത് അല്പം ഭക്ഷണം കഴിച്ചു പോവുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് പ്ലേറ്റ് കഴുകാൻ നേരമാണ് ഇത് പറയനായ സഖാവ് ചെല്ലപ്പയുടെ, കൊടിക്കൽ ചെല്ലപ്പയുടെ പ്ലേറ്റ് ആയിരുന്നല്ലോ എന്ന് ഈ തമ്പുരാൻ സഖാവിന് മനസ്സിലാക്കുന്നത്. ആ പ്ലേറ്റ് കൊണ്ട് തന്നെ വർഗസമരത്തിന്റെ പ്രഹരം കൊടിക്കൽ ചെല്ലപ്പയുടെ തലയിൽ ഏൽക്കുകയാണ്, തല്ലുകയാണ്. നിന്റെ പ്ലേറ്റ് എങ്ങനെയാണ് എനിക്ക് കഴിക്കാൻ വരുന്നത്? ആ പ്ലേറ്റ് മാറിപ്പോയതിന് ചെല്ലപ്പ മർദ്ദനം വെക്കുമ്പോഴാണ് ഈ പറയുന്ന ഈ വർഗസമരത്തിന്റെയും അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വർഗബോധത്തിന്റെയും ഒക്കെ പരിമിതി ബോധ്യപ്പെട്ടിട്ട് കൊടിക്കൽ ചെല്ലപ്പ ജാതിബോധത്തിലേക്ക്, യാഥാർത്ഥ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സത്യം ജാതി തന്നെയാണ്, വർഗം എന്നത് വെറും മിഥ്യയാണ് എന്ന് ബോധ്യപ്പെടുന്നത്. ഈ ബോധ്യം പച്ചേട്ടനും വ്യത്യസ്തമായി ബോധ്യപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആശയപരമായ ലോകത്ത് മാറി സഞ്ചരിക്കാനും ഒരു വ്യത്യസ്തമായ ദലിത്, അംബേദ്കറൈറ്റ്, ബഹുജൻ ചിന്താധാരയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ
ബുദ്ധനിലേക്കുള്ള ദൂരം വായിച്ചാൽ, ഇടതുപക്ഷമില്ലാത്ത കേരളം നമ്മൾ വായിക്കുമ്പോൾ, കേരള ചരിത്രവും സാമൂഹ്യ രൂപീകരണവും വായിച്ചാൽ, ആത്മകഥ വായിച്ചാൽ, ഇതിലൊന്നും ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നതേയില്ല. അതിലൂടെ എല്ലാം അടയാളപ്പെടുത്തുന്നത് എന്താണ്? അത് ഈ തിരുത്തല, ചരിത്രത്തെ എങ്ങനെ സമീപിക്കണം. ഒന്ന്, കേരളത്തിന്റെ ചരിത്രം എന്നൊക്കെ പറയുന്നത് ആരുടേതാണ് ചരിത്രം? പണ്ട് ഒരു ആഫ്രിക്കൻ ചൊല്ലുണ്ടല്ലോ, വേട്ടക്കാരൻ ചരിത്രം എഴുതുന്നിടം വരെ വേട്ടയാടപ്പെടുന്നവൻ ചരിത്രം എഴുതുന്നിടം വരെ ചരിത്രം വേട്ടക്കാരന്റെ അടയാളപ്പെടുത്തലുകളായിരിക്കും. അപ്പൊ ഈ വേട്ടക്കാരൻ എഴുതിയ ചരിത്രമാണ് നമ്മൾ ഈ കേരള ചരിത്രമായി, ആധുനികതയായി, കേരളീയതയായിട്ടൊക്കെ വായിച്ചതും പഠിച്ചതും ഒക്കെ. പച്ചേട്ടന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന ഈ വരേണ്യ ചരിത്ര നിർമ്മിതിയെ അദ്ദേഹം ഇളക്കി പ്രതിഷ്ഠിക്കുകയും ഒരു കൃത്യമായ ഒരു അവർണപക്ഷ ചരിത്ര രചനയ്ക്ക് വളരെ ധീരമായി അദ്ദേഹം തുടക്കം കുറിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അതിന് മുന്നേ എഴുതിയവരില്ല എന്ന് പറയുകയല്ല. അപ്പം കൊച്ചേട്ടൻ തന്നെ പറയുന്നത് പോലെ മഹാത്മാ അയ്യൻകാളിയെ കുറിച്ചുള്ള ചെന്താരശ്ശേരിയുടെ കൃതി അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ചെന്താരശ്ശേരിയുടെ രചന അയ്യൻകാളിയിലും ഒരുപക്ഷെ മഹാത്മാ അയ്യൻകാളിയെ രൂപപ്പെടുത്തിയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ അതിനാൽ ആവേശം കൊണ്ട കൊച്ചേട്ടൻ കേരളത്തിന്റെ മൊത്തം ചരിത്ര നിർമ്മിതിയെ, ഒരുപക്ഷെ സംഘകാല പഴം മുതൽ എങ്ങനെയാണ് ഈ ചരിത്രം നിർമ്മിക്കപ്പെട്ടത്, എവിടേക്കാണ് ഈ ചരിത്രത്തെ ബോധപൂർവം കൊണ്ടുപോയത് എന്ന നിലയിൽ കൃത്യമായി അതിനെ പരിശോധിക്കുകയും അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഈ പറയുന്ന ഫ്യൂഡൽ തറവാട് പാരമ്പര്യങ്ങളിൽ നിന്നും ആസ്ഥാന ചരിത്രകാരന്മാരും പണ്ഡിതരുമായി നിന്ന എല്ലാ വിഗ്രഹങ്ങളെയും നിഷ്കരണം തല്ലി ഒടയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് കൊച്ചേട്ടന്റെ സമാന്തരമായ ചരിത്ര നിർമ്മിതി ഇവിടെ വരുന്നത്. അപ്പൊ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ചരിത്രമില്ലെങ്കിൽ ഒരു ജനതയ്ക്ക് പിന്നീട് അവർ അസ്തമിക്കുകയാണ്. ചരിത്രമില്ലാത്ത ജനത മരിച്ചു പോവുകയുള്ളൂ. മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു നൽകുന്ന വലിയ മൂലധനമാണ് ചരിത്രം എന്നതുകൊണ്ട് തന്നെ കൊച്ചേട്ടന്റെ ഈ സമാന്തരമായ ചരിത്ര രചന കേരള സമൂഹത്തിലെ പാർശ്വവൽക്കൃത സമൂഹങ്ങൾക്ക്, ദലിതർക്ക്, അടിസ്ഥാന ജനതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള കൃത്യമായ ദിശാബോധവും എവിടെയെല്ലാമാണ് കേരളത്തിന്റെ പരിവർത്തനങ്ങളെ ഇങ്ങനെ ചരിത്രത്തിൽ തടയപ്പെട്ടത്, തടഞ്ഞു നിർത്തിയത്, ഈ ജാതിയും വർണ്ണവും അതുപോലുള്ള അതീശത്വങ്ങളും ഒക്കെ എങ്ങനെയാണ് കേരളത്തിന്റെ പരിവർത്തനങ്ങളെ, നവോത്ഥാനന്തര കേരളത്തെ നിശ്ചലമാക്കിയത് എന്നൊക്കെ ബോധ്യപ്പെടുത്തിയ എഴുത്തുകളാണ് ചരിത്രത്തിൽ കൊച്ചേട്ടൻ നിർവഹിച്ചത്. അതുകൊണ്ട് ചരിത്രപരമായ സംഭാവന വളരെ വലുതാണ്. ഒരുപാട് സമസ്യകളെ അത് അനാവരണം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഒരു സവർണാധിഷ്ഠിത മേലാള ചരിത്രത്തെ ചോദ്യം ചെയ്യുകയും തിരുത്തുകയും മാത്രമല്ല, ചരിത്രത്തിൽ മറ്റൊരു പക്ഷവും ഉണ്ടായിരുന്നു. കേരളത്തിൽ രണ്ട് പ്രമുഖ ചരിത്ര വീക്ഷണങ്ങളുണ്ട്. ഒന്ന് ഈ സവർണ ഒരു ചരിത്ര സങ്കല്പം, അതെല്ലാം അവരുടേതാണ്. നായന്മാർ, ബ്രാഹ്മണർ കൊടുത്ത, നായന്മാർക്ക് കൊടുത്ത ഒരു കേരളം, ഇങ്ങനെ ബ്രാഹ്മണ ശൂദ്ര സംഭവം. അതിനപ്പുറമാണ് ഒരു തിരുത്തൽ വന്നുകൊണ്ട് മറ്റൊന്ന് ഇടതുപക്ഷ ചരിത്രാഖ്യാനം. ഈ രണ്ടിനും വ്യത്യസ്തമായ വിഭിന്നമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, ഈ പറയുന്ന ജനാധിപത്യത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ അംബേദ്കറുടെ പ്രാതിനിധ്യ ജനാധിപത്യ അധിഷ്ഠിതമായ ജനാധിപത്യം, കേവലം രാഷ്ട്രീയ ജനാധിപത്യത്തിനപ്പുറം സമൂഹങ്ങൾ, വ്യക്തികൾ എന്ന നിലയിലും വ്യക്തികൾ പ്രതിനിധീകരിക്കുന്ന സമൂഹങ്ങൾ നിലയിലുമുള്ള ഇന്ത്യയുടെ ഈ ശ്രേണീബദ്ധമായ സാമൂഹ്യ ഘടനയ്ക്കകത്ത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങൾക്ക് കൂടി അധികാരത്തിലും വിഭവങ്ങളിലും പ്രാതിനിധ്യം ലഭിക്കുന്നതിലൂടെയാണ് നമ്മുടെ ജനാധിപത്യവൽക്കരണം പൂർത്തീകരിക്കപ്പെടുക എന്ന നിലയിൽ ഇതിനെ കാണുകയും ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഭൂപരിഷ്കരണത്തെയും ഭൂപരിഷ്കരണത്തിന്റെ പേരിൽ കേരളത്തിൽ നടന്ന വലിയ വഞ്ചനകളെയും, എങ്ങനെയാണ് ദലിതർ ഭൂപരിഷ്കരണ നടത്തിപ്പിന് ശേഷവും പുറമ്പോക്കുകളിലും കോളനികളിലേക്കും അവർ മാറ്റി നിർത്തപ്പെട്ടത് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങളെ വളരെ വ്യക്തമായി കൊച്ചേട്ടൻ ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്താണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മബന്ധം കൊച്ചേട്ടനുമായി ഉണ്ടായിരുന്നു. കൊച്ചേട്ടനെ തേടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് പലപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ, ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ചിന്താമണ്ഡലം, ഒരു ചിന്താ പദ്ധതി തന്നെ കൊച്ചേട്ടൻ രൂപപ്പെടുത്തിയിരുന്നു. അപ്പൊ അത് ബോധ്യപ്പെടാനും പരസ്പരം കൈമാറും, തലമുറകൾ തമ്മിലുള്ള സംവാദം പോലെയാണ് കൊച്ചേട്ടനെ കാണുമ്പോൾ ഉണ്ടാകുമായിരുന്നത്. കൊച്ചേട്ടൻ അതേപോലെ എന്നെ പോലുള്ളവരെ തെരഞ്ഞു വരികയും ചെയ്തിരുന്നു. പുരമ്പാല പന്തളത്തുള്ള എൻ്റെ വീട്ടിലേക്ക് തിരഞ്ഞു വന്നുകൊണ്ട് അദ്ദേഹം
സംസാരിക്കുന്നുണ്ട്. സമകാലീന മലയാളത്തിന് വേണ്ടി ഒരു ഇന്റർവ്യൂ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചേട്ടൻ എന്നെ തേടി വരുന്നുണ്ട് പന്തളത്തേക്ക്. അതേപോലെ കൊച്ചേട്ടനുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭൂപരിഷ്കരണം തീരെ സ്വാധീനിച്ചിട്ടില്ലാത്ത, നടപ്പിലാട്ടില്ലാത്ത ഒരു സ്ഥലമാണ് കുട്ടനാട്. അതുകൊണ്ട് ഈ കുട്ടനാടിന്റെ ഒരു കാർഷിക പശ്ചാത്തലത്തിൽ എങ്ങനെ ഈ ലാൻഡ് റീഫോം അഥവാ ഭൂമി ഉടമസ്ഥത കുട്ടനാട്ടിലെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ദളിതർക്ക് ലഭിക്കണമെന്ന വിഷയത്തിന്മേൽ ഒരു പ്രക്ഷോഭം തുടങ്ങണമെന്ന് കൊച്ചേട്ടൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് കുട്ടനാട്ടിലെ ദളിതർക്ക് കോൾ നിലങ്ങൾ, കരിനിലങ്ങൾ പതിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KDP ഒരു വലിയ പ്രക്ഷോഭം നടത്തുന്നത്. അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ കൊച്ചേട്ടൻ രാമഗിരി പോലുള്ള കുട്ടനാടൻ മേഖലയിൽ ഞങ്ങൾക്കൊപ്പം വരുന്നുണ്ട്. മറ്റൊന്ന്, സമയക്കുറവുണ്ട്. ഇപ്പൊ വെൽഫെയർ പാർട്ടിയാണ് സംഘടിപ്പിച്ചത്. 2010 ഒരു കാലഘട്ടം KDPയെ പോലുള്ള ഒരു ദളിത് പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ളവർ ഈ സാമൂഹ്യമായ പ്രവർത്തനം അല്ലെങ്കിൽ ദളിത് പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അധികാരത്തിന് ഇപ്പുറത്ത് ആവലാതികളും പ്രശ്നങ്ങളും ഒക്കെ സമരോത്സവമായി ഉയർത്തുക മാത്രം ചെയ്യുന്നിടത്ത് നിന്ന് കുറച്ചുകൂടെ രാഷ്ട്രീയമായ ഒരു എൻഗേജ്മെന്റിലേക്ക്, രാഷ്ട്രീയമായ കുറച്ചുകൂടെ തരത്തിലുള്ള നേർക്കുനേരെയുള്ള ഇടപെടലുകളിലേക്ക് വികസിക്കണമെന്ന് ആലോചിക്കുന്ന ഒരു കാലം. അന്ന് ബഹുജന സമാജ് പാർട്ടിയിലേക്ക് പോകാനാണ് ആദ്യം ആഗ്രഹിച്ചത്. പക്ഷേ ആ വഴി പല കാരണങ്ങളാൽ അടയപ്പെട്ടൊരു കാലമായിരുന്നു അത്. അപ്പോൾ പിന്നീട് മുന്നിൽ വരുന്ന ഒരു പുതിയ രാഷ്ട്രീയം ആലോചിക്കുകയാണ്, സാഹോദര്യത്തിന്റെ പുതിയ രാഷ്ട്രീയം. ക്ഷേമരാഷ്ട്രമൊക്കെ വിഭാവന ചെയ്തുകൊണ്ട് ഇതുപോലൊരു പുതിയ രാഷ്ട്രീയത്തിന് എന്തുകൊണ്ട് കൈകോർത്തുകൂടാ എന്ന നിലയ്ക്ക് മുസ്ലിം സഹോദരങ്ങളും ദലിതരുമെല്ലാം ഒത്തുചേരുന്ന ഒരു കാലഘട്ടമാണ് 2009, 2010 കാലം ഈ ചർച്ച നടക്കുന്ന സമയം. അന്ന് കൊച്ചേട്ടനും ഞാനും ഒക്കെ ഉൾപ്പെടെ ആദ്യമായി വ്യവസ്ഥാപിതമായ ഒരു കൃത്യമായ ഒരു മാനിഫെസ്റ്റോയും അതേപോലെ ഒരു ഭരണഘടനയും വളരെ കൃത്യമായ ഒരു പ്രവർത്തന പദ്ധതിയും മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു മോഡേൺ ഒരു പ്രവർത്തന തലത്തിൽ ഒന്നിച്ചൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സമയമാണ്. കാരണം 2009 ചെങ്ങറ സമരത്തിന് ശേഷം ഒരു സാമൂഹ്യ പ്രസ്ഥാനം വേണം എന്ന് കൊച്ചേട്ടൻ ആവശ്യപ്പെടുന്നു. അത് നമുക്കെല്ലാം ഒന്നിച്ചു നിൽക്കാം. സണ്ണി ഉണ്ടല്ലോ, സലീം കുമാർ ഉണ്ടല്ലോ, പിന്നെ അങ്ങനെയുള്ള കൊയ്യോനുണ്ടല്ലോ. എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രസ്ഥാനം എന്ന നിലയിലേക്ക് ഒന്നിച്ചു നിന്നുകൂടാ? ഒരു സമുദായം എന്ന നിലയ്ക്കുള്ള ഒരു പൊതുബോധം നമുക്ക് മുന്നോട്ട് വെച്ചുകൂടാ എന്നൊരാവശ്യം വെച്ചിരുന്നു. അപ്പൊ കൊച്ചേട്ടനോട് അത് ഞങ്ങൾ ശരി, നമുക്ക് അങ്ങനെയാകാം. കൊച്ചേട്ടൻ ഒരു മുതിർന്ന ആളെന്ന നിലയിൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഒരു സംഘടന പ്രഖ്യാപിക്കണം. അങ്ങനെയാണ് KDMS ഉണ്ടാകുന്നത്, കേരള ദലിത് മഹാസഭ 2009 ഉണ്ടാകുന്നത്. അതിന്റെ പ്രസിഡന്റായി അംബികാഷ് ഇരിക്കുന്നു എന്ന് എന്നോട് ഇരിക്കാൻ പറയുന്നു. ഇരിക്കുന്നു, കൊച്ചേട്ടനും ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഏതാണ്ട് ആ ഒരു പ്രവർത്തന കാലഘട്ടം കേരള ദലിത് മഹാസഭ, ദലിതർ ഒരു ജനത, ഒരു ചരിത്രം, ഒരു സംസ്കാരം എന്ന ഒരു ക്യാപ്ഷൻ വെച്ചുകൊണ്ട് അതിന്റെ മാനിഫെസ്റ്റോ എഴുതിയ കൊച്ചേട്ടനാണ്. അത് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തത് ഞാനാണ്. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കും. ഏതാണ്ട് അതിന്റെ ഒരു വർഷക്കാലം പിന്നിടുമ്പോഴാണ് 2010 വരുന്നതും വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ പ്രസിഡന്റ് സ്ഥാനം മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരുന്നത് കൊച്ചേട്ടൻ, KDMSന്റെ പ്രസിഡന്റായി കൊച്ചേട്ടൻ ചാർജ് എടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കൂട്ടായ കുറെ പ്രവർത്തനങ്ങൾ കേരള ദലിത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതാണ്ട് ഒരു 2008, 2007 ആകുമ്പോൾ സംവരണത്തിനെതിരെയുള്ള വലിയ നീക്കങ്ങൾ ഇപ്പോൾ അറിയാം. ഇപ്പൊ സുപ്രീം കോടതിയും ഭരണകൂടവും എല്ലാം ഒന്നിച്ച് ഈ പറയുന്ന ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ കോടതി വിധികളിലൂടെയും മറ്റ് നടപടികളിലൂടെ നീക്കുന്നൊരു സമയമാണിത്. ഓഗസ്റ്റിന്റെ സുപ്രീം കോടതി വിധിയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അന്നും ഇതേപോലെ സംവരണത്തിനെതിരെയുള്ള വലിയ നീക്കം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ കൊച്ചേട്ടൻ അടക്കമുള്ളവർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു സംരക്ഷണ സമിതിക്ക് രൂപം കൊടുത്തു. ആ സമിതിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ രാജൻ ബാബു ആയിരുന്നു, മുണ്ടക്കയം. അദ്ദേഹം വലിയൊരു സംഘാടകനായിരുന്നു. രാജൻ ബാബു ചെയർമാനായി രൂപം കൊണ്ട ആ സംരക്ഷണ സമിതി ഒരുപക്ഷെ കേരളത്തിലെ ഈ രംഗത്ത് ദലിത് ഒരു ബഹുജൻ മേഖലയിൽ വന്ന എല്ലാ നേതാക്കളെയും ചേർത്ത് പിടിച്ച ഒരു പൊതുവേദിയായിരുന്നു. നമ്മുടെ PRDS ഉൾപ്പെടെ അതിന്റെ ഭാഗമായി അതിൽ കൊച്ചേട്ടൻ സജീവമായിട്ടുണ്ട്, സണ്ണി എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി 2007 ഇവിടെ ചൈതന്യ പാസ്റ്റർ ഹാളിൽ കോട്ടയത്ത് ഒരു വലിയ സംഗമം, നേതൃസംഗമം വിളിച്ചു ചേർത്തു. ആ സംഗമത്തിൽ കൊച്ചേട്ടൻ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഇനി ഇങ്ങനെ നിന്നാൽ പോരാ, നമുക്കൊരു പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കണം. ദലിതരുടെ വിമോചനത്തിന് സമഗ്രമായ ഒരു പ്രത്യയശാസ്ത്രം ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വേണം എന്ന് കൊച്ചേട്ടൻ ആവശ്യപ്പെടുന്നു. ആ ഉത്തരം തേടിയുള്ള പ്രബന്ധങ്ങളും ചർച്ചകളും അതിൽ നടക്കുന്നു. അതിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചത് കൊച്ചേട്ടനായിരുന്നു.
എന്തായിരിക്കണം നമ്മുടെ പ്രത്യയശാസ്ത്രം എന്നത്. രണ്ടാമത് അതിന്മേലൊരു പ്രബന്ധ വർത്തമാനം അവതരിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കൊച്ചേട്ടൻ എന്നോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് അംബേദ്കറിസത്തിന്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ച ഒരു പ്രബന്ധം ഞാൻ അവതരിപ്പിക്കുന്നത്. എന്താണ്ട് ആ പ്രബന്ധത്തിന് ശേഷം ആ സമ്മേളനം പിരിയുന്നത് ഇനി ഇക്കാര്യത്തിൽ മാർക്സിസമെന്നോ ഗാന്ധിസമെന്നോ എന്നുള്ള തർക്കങ്ങളില്ല, ഇന്ത്യയിലെ ദളിത് ജനവിഭാഗത്തിന്റെ വിമോചനത്തിന്റെ സമഗ്ര ദർശനം അംബേദ്കറിസമാണ് എന്ന് ഒന്നിച്ചു നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ സമ്മേളനം അവസാനിക്കുന്നത്. തീർച്ചയായും ആ നിലയ്ക്കുള്ള ചില കൂടിച്ചേരലുകളും ആ നിലയ്ക്കുള്ള കൂട്ടായ്മകളുമെല്ലാം പിന്നീട് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട് ഊർജമായിട്ടുണ്ട്. ഒന്ന് കൊച്ചേട്ടനെ കേരള സമൂഹം അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടയാളപ്പെടുത്തി. പത്രങ്ങൾ വലിയ നിലയ്ക്ക് അനുസ്മരിച്ചു. കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ അദ്ദേഹത്തിന്റെ ഭവനം സന്ദർശിക്കുകയും അതേപോലെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ മുൻനിര നേതാക്കൾ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ചെയ്തു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ അത്തരം വ്യക്തികൾ ചരിത്രത്തിൽ മുന്നേ നടക്കുമ്പോൾ, അവർ നായകരായി പലതും വിളിച്ചു പറയുമ്പോൾ, അവർ ചില ആശയങ്ങൾ സമൂഹത്തെ പ്രതികരിച്ച് മുന്നോട്ട് വെക്കുമ്പോൾ, അത്തരം വ്യക്തികളെ ഏതെങ്കിലും അർത്ഥത്തിൽ അംഗീകരിക്കുന്നിടത്ത് മാത്രമായ കാര്യങ്ങൾ നിന്നു പോകരുത്. അംബേദ്കറെ അംഗീകരിക്കാം, പക്ഷെ അദ്ദേഹം ഉയർത്തിയ സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകളെ അത്രത്തോളം സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ബോധമാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് കൊച്ചേട്ടൻ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് വേണ്ട ഈ നിലയിലുള്ള അവദാനങ്ങൾ എന്നതിനേക്കാൾ അധികം അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ കേരളത്തിന്റെ രാഷ്ട്രീയം, കേരളത്തിന്റെ പൊതുമണ്ഡലം ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോഴായിരിക്കും നാം അദ്ദേഹത്തോട് നീതി പുലർത്തുക. അതുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച സാമൂഹ്യ നീതിയുടെയും അവസര സമത്വത്തിന്റെയും ഈ പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും വിഭവാധികാരത്തിലും ഏറ്റവും പുറന്തള്ളപ്പെട്ട ദലിത് ആദിവാസി ജനവിഭാഗങ്ങളെയൊക്കെ ഉൾച്ചേർക്കുന്ന തരത്തിലുള്ള ഒരു നവോത്ഥാനന്തര കേരളത്തിന്റെ മാറ്റമാണ് കൊച്ചേട്ടൻ ആഗ്രഹിച്ചത്. അങ്ങനെ മാറുന്ന നിലയിലുള്ള പുതിയ നയങ്ങൾ, മാറ്റങ്ങൾ ആവശ്യമാണ്. കൊച്ചേട്ടൻ അവസാനമായി വെക്കുന്ന ഒരു പരികൽപ്പന പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. എന്തുകൊണ്ട് കേരളത്തെ പുതുക്കി പണിയാനും കേരളത്തെ ഉടച്ചു വാർക്കാനും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നീതി നിഷേധിക്കപ്പെട്ട സാമൂഹിക വിഭാഗങ്ങളായ നമുക്ക് ഒന്നിച്ചുകൂടാ ഒരു പൊതു രാഷ്ട്രീയത്തിലേക്ക് സ്വത്വപരമായ വേറിട്ട സ്വത്വാവിഷ്കാരങ്ങൾക്കപ്പുറത്ത് അത്തരം വേറിട്ട സ്വത്വങ്ങളെ ആഭ്യന്തര നവീകരണത്തിന്റെ തലത്തിൽ ഒതുക്കി നിർത്തുകയും അതിന്റെ അപ്പുറത്തേക്കുള്ള വലിയ പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു പൊതു സ്വത്വത്തിലേക്കുള്ള ഒരു ട്രാൻസിഷന് നമ്മൾ എന്തുകൊണ്ട് തയ്യാറായിക്കൂടാ? അങ്ങനെ ഈ വ്യത്യസ്തമായ വേറിട്ട സാമൂഹ്യ സ്വത്വങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ സ്വത്വങ്ങളിൽ നിന്ന് കേരളത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യത്തിന്റെ, ആധുനികതയുടെ, മാനവീയതയുടെ ഒരു പൊതു രാഷ്ട്രീയ സ്വത്വത്തിലേക്ക് സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടെ ഏകീകരിക്കാനും ഒന്നിച്ചു നിൽക്കാനും തീർച്ചയായും കൊച്ചേട്ടന്റെ ഓർമ്മകൾ നമുക്ക് കരുത്ത് പകരട്ടെ. അതിലൂടെ ഒരു പുതിയ കേരളത്തെയും ഒരു പുതിയ ജനാധിപത്യ ഇന്ത്യയും നിർമ്മിക്കാൻ അദ്ദേഹത്തിന്റെ ചിന്തകൾ നമുക്ക് സഹകരമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൊച്ചേട്ടന്റെ ആ പാവനമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവോടെ നമിക്കുന്നു. ജയ്.